الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക മര്യാദകളെക്കുറിച്ച് അൽ ആദാബുൽ ഇസ്ലാമിയ എന്ന തലക്കെട്ടിലാണ് നാം ഇപ്പോൾ ഈ ദിവസം വെള്ളിയാഴ്ച രാത്രി എല്ലാ ആഴ്ചയിലും നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൽ സലാമിൻ്റെ മര്യാദകൾ നാം പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇന്നും ആഹാര മര്യാദകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടെ ഏകദേശം ഈ വിഷയം പൂർത്തിയാവുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഒരു വിഷയം പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ 2-3 ക്ലാസ്സൊന്നും പോരാ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം പഠിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത്. അതല്ലാതെ അതിൻ്റെ വിശദ വിവരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് ധാരാളം പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ ഭക്ഷണ മര്യാദകൾ തന്നെ നമ്മൾ മര്യാദകൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ധാരാളം പഠിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പഠിക്കാനും ഉള്ള ഒരു വിശാലമായ വിഷയങ്ങളാണ് പൊതുവെ നമ്മുടെ ദീനീ വിഷയങ്ങൾ. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതവുമായി എപ്പോഴും ബന്ധപ്പെട്ട നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നാം ആദ്യം പഠിക്കേണ്ടത്. ആ കാര്യങ്ങൾക്കാണ് നാം മുൻഗണന നൽകേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ചില വിഷയങ്ങൾ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ മര്യാദകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് 3 വിരലുകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുക, അഥവാ 3 വിരലുകളിൽ ഒതുങ്ങാവുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ആ സുന്നത്ത് നാം പാലിക്കണം. അതായത് ഇപ്പോൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ 3 വിരലുകൾ ഉപയോഗിച്ചിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പൂൺ അല്ലെങ്കിൽ കൈൽ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സുന്നത്താവുന്നു. ഇത് സഹിഹായ സുന്നത്താണ്. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ കൈകൾ കഴുകുന്നതിന് മുമ്പ്, തുടക്കുന്നതിന് മുമ്പ് വിരലുകൾ ഈമ്പുക എന്ന സുന്നത്ത്, അറബിയിൽ ലഅഖുൽ അസാബിഅ് എന്നും പറയും. 3-ാമത്തെ മര്യാദ, നാം കഴിച്ച പാത്രം നാം വടിക്കണം എന്നും നാം പഠിച്ചു. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വല്ലതും താഴോട്ട് വീണ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അഴുക്ക് നീക്കം ചെയ്തതിന് ശേഷം ആ ഭക്ഷണം കഴിക്കുക എന്ന്. നമ്മളിപ്പോൾ ഉദാഹരണം ഒരു കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേക്കിൻ്റെ ഒരു ഭാഗം, ഒരു കഷ്ണം താഴോട്ട് വീണു. അത് വേസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞതിന് പകരം നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. തീരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അങ്ങനെ ആകാം. എന്നല്ലാതെ നമുക്കത് ആ അഴുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയിട്ടും നമ്മൾ അത് ഉപയോഗപ്പെടുത്താതെ വരുമ്പോഴാണ് സുന്നത്തിന് വിരുദ്ധമാകുക. അതേപോലെ നാം പഠിച്ച ഒരു പ്രധാനപ്പെട്ട സുന്നത്ത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇരിക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത് എന്നതിനെ സംബന്ധിച്ച് നാം 2 രൂപങ്ങൾ പഠിച്ചു. ഒന്ന്
അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ റിപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു തംറൻ മുഖഇയൻ ഇഖാ രൂപത്തിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിക്കുന്നതായി ഞാൻ കണ്ടു. ഈ ഇഖാഇന്റെ രൂപമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത്. എങ്ങനെയാണ് ഇഖാഇന്റെ രൂപം? ഇമാം നവവിയുടെ വീക്ഷണപ്രകാരം കാലുകളും നമ്മുടെ കാലുകളും തൊടയും ഉയർത്തി നമ്മൾ പിൻഭാഗം കൊണ്ട് ഇരിക്കുക. ഇത് ഒരു പ്രയാസം പിടിച്ച ഒരു ഇരുത്തതാണ്. രണ്ടാമത്തെ ഇരുത്തത്തിന്റെ രൂപം എന്താണ്? ഇഖാഇന്റെ രൂപം ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഈത്തപ്പഴം കഴിച്ചത് എന്ന രൂപമാണ്. അതായത് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇരിക്കുന്നത് പോലെ തന്നെ, അഥവാ രണ്ട് കാലുകളും പാദങ്ങളും നിവർത്തിക്കൊണ്ട് നമ്മൾ മടമ്പുകളുടെ മേലെ ഇരുന്നു കൊള്ളുക. ഇങ്ങനെയായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിച്ചത്. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം മുട്ടുകുത്തിയിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുട്ടുകുത്തിയിരിക്കുന്ന രൂപമാണ് ഒന്നുകൂടി നമ്മൾ തിരുത്തേണ്ടതുണ്ട്. മുട്ടുകുത്തിയിരിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുട്ട് മാത്രമാണ് കുത്തുന്നത്. അഥവാ നമ്മൾ വരച്ച് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ അയാൾ മുട്ടുകുത്തിയിരിക്കുമ്പോൾ അപ്പം മുട്ട് കുത്തിയിരിക്കുമ്പോൾ പറയുമ്പോൾ ഇതാണ് മുട്ട്. അപ്പോൾ നമ്മുടെ മേലെ ഭാഗം ഉയരത്തിലായിരിക്കും. മുട്ട് മാത്രം കുത്തി നമ്മുടെ കാല് പാദയും നിലത്ത് ഉണ്ടാകും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്നത്. ഈത്തപ്പഴം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇമാം ഇബ്നു ഹിബ്ബാനൊക്കെ റിപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച ഒരു ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു ഷാത്ത് അഥവാ ഒരു ആട് സമ്മാനിക്കപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റുക്ബതൈഹി യഅകുലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകുത്തി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതാണ് അതിന്റെ ആ രൂപം. അപ്പോ ഇവിടെ ഈ രണ്ട് ഇരുത്ത് നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അല്പം കുറച്ചും കൂടി പഠിച്ചപ്പോഴാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്താക്കി എടുക്കാൻ പറ്റുമോ? സാധാരണ ഹദീസിന്റെ ശർഹകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇരുത്തം വിശദീകരിച്ചുകൊണ്ട് ഹദീസ് വിശദീകരിക്കാറുണ്ട് പണ്ഡിതന്മാര്. പക്ഷേ ഈ രണ്ട് രൂപങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈത്തപ്പഴം കഴിച്ച ആ സംഭവം, അഥവാ അനസ് റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു തംറൻ മുഖഇയൻ, വേറെ റിവായത്തിൽ വഹുവ മുഹ്തഫിസുൻ, അതായത് ധൃതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിച്ചു. അപ്പം ധൃതി ആയിക്കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേറെ എന്തോ തിരക്കുണ്ട്, വേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന ഇരുത്തമായിരിക്കാം അത്. അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഹദീസ് പരിശോധിക്കുകയാണെങ്കിൽ അതിലും നമുക്ക് കാണാൻ സാധിക്കും ആ സമ്മാനിക്കപ്പെട്ട ആട് ഒരു പാത്രത്തിലോ തളികയിൽ നബിക്ക് മുമ്പ് അതുപോലെ സഹാബത്തുകളുണ്ടായിരുന്നു. സഹാബത്തുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകുത്തിയിരുന്നു എന്നാണ് ആ സംഭവത്തിലുള്ളത്. ഏതായാലും നബിന്റെ ഇരുത്തവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് റിവായത്തുകളാണ് സഹീഹായി വന്നിട്ടുള്ളത്. പക്ഷെ വിഷയം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഷെയ്ഖുമാരുടെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും ഇരുത്തം നമ്മൾ പരിശോധിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണമല്ലോ. ഈ രണ്ട് ഇരുത്തം കാണാറുണ്ടോ? മുട്ടുകുത്തി ഇരിക്കലോ അല്ലെങ്കിൽ നമസ്കാരത്തിൽ നാം ഇരിക്കുന്നത് പോലെ
ഏകദേശം ആ രൂപത്തിൽ ഇരിക്കാറുണ്ടോ നമ്മൾ കാണൽ ഇല്ല എന്നാണ്. സാധാരണ കാണൽ വലത് കാല് നിവർത്തി ഇടത് കാൽ മേലെ ഇരിക്കലാണ് പതിവ്. പക്ഷെ അതിന് കൃത്യമായ ഒരു നസ്സ് ഇതുവരെ നാം കണ്ടിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിക്കപ്പെട്ടതാണ്, ഈ ഇരുത്തമല്ലാതെ വേറെ ഇരുത്തം നമുക്ക് പാടുണ്ടോ? അതിന് ഉത്തരം എന്താണ്? പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ രൂപങ്ങൾ ഒഴികെ എങ്ങനെയും നമുക്ക് ഭക്ഷണം കഴിക്കാം. വിലക്കിയ രൂപം ഉദാഹരണത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. അത് കറാഹത്താണോ ഹറാമാണോ വേറെ ചർച്ച. അതേപോലെ നമ്മൾ ചാരിക്കൊണ്ട്, ഇപ്പം താങ്ങിക്കൊണ്ട്, കൈ വെച്ച് താങ്ങി അല്ലെങ്കിൽ ചാരിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും നിവാസനം വെറുത്തിരുന്നു. ലാ ആക്കുലു മുത്തക്കിയാൻ, സഹീഹുൽ ബുഖാരി. ഞാൻ ഇത്തികാ ചെയ്തുകൊണ്ട് ചാരിക്കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ രൂപങ്ങൾ ഒഴികെ, വിലക്കപ്പെട്ട രൂപങ്ങൾ ഒഴികെ നമുക്ക് ഏത് രൂപത്തിലും ഭക്ഷണം കഴിക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണ്. എന്നാൽ ഇനി ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി എന്താണ്? ഈ രണ്ട് രൂപങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഇഖ്ആഇന്റെ രൂപമാണെങ്കിലും അതേപോലെ തന്നെ മുട്ടുകുത്തി ഇരിക്കലാണെങ്കിലും ഇതും ഒരു പൊതു സുന്നത്തായി നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന ചർച്ചയാണ്. അത് നമ്മൾ പണ്ഡിതന്മാരുമായി കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇപ്പോ മുട്ടുകുത്തി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് ഒരു പൊതു സുന്നത്താണെങ്കിൽ എന്തുകൊണ്ട് പണ്ഡിതന്മാർ അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് മനസ്സിൽ വന്നത്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ഉത്തരം കിട്ടുമ്പോൾ അതിലൊരു അന്തിമ തീരുമാനം പറയും. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഒരു പുതിയൊരു മര്യാദ ഇഖ്റാൻ പാടില്ല എന്നാണ്. എന്ത് പാടില്ല? ഇഖ്റാൻ. صحيح البخاري وأن الحديث عنه كان ابن عمر رضي الله عنه يمر بنا فيقول إن رسول الله صلى الله عليه وسلم نهى عن الإقران. ابن عمر رضي الله عنه പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റാൻ വിലക്കിയിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. എന്താണ് ഇഖ്റാൻ? പണ്ഡിതന്മാർ പറയുന്നു, ഹുവ അൻ തഖ്രിന തംറതൻ ബിതംറത്തിൻ ഇൻദൽ അക്ലി. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പം ഈത്തപ്പഴം കഴിക്കുകയാണ്, ഒരു ഈത്തപ്പഴത്തോടൊപ്പം വേറെ ഈത്തപ്പഴം എടുത്ത് ഒരുമിച്ച് രണ്ടും വായിലയിടുക. അതെന്താണ്? ഭക്ഷണ മര്യാദക്ക് വിരുദ്ധമാണെന്ന്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഇങ്ങനെ ജമാഅത്തായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, ഒരു തളി കണ്ട് അതിലൊരു 50 ഈത്തപ്പഴം ഉണ്ടെന്ന് കരുതുക. ഞാൻ ചെയ്ത് എല്ലാവരും ഓരോ ഈത്തപ്പഴം കഴിക്കേണ്ടത്, ഞാൻ 2-3 ഈത്തപ്പഴം ഒരുമിച്ച് കഴിക്കുക. അപ്പൊ എന്താണ്? അത് ഭക്ഷണ മര്യാദയിൽ പെട്ടതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ എന്താണത്? لأن في إجحافا برفيقي إمام قسطلاني إرشاد الساري شرح صحيح البخاري എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ, സഹീഹ് ബുഖാരിയുടെ ഒരു വ്യാഖ്യാനം, ഫത്ഹുൽ ബാരി പോലെ തന്നെ പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമാണ് ഇർഷാദു അസ്സാരി. ഖസ്തല്ലാനി എഴുതിയ ഗ്രന്ഥമാണ്. എന്താ പറഞ്ഞത്? لأن فيه إجحافا برفيقه. അതില് ആ കഴിക്കുന്ന ആളുടെ കൂട്ടുകാരനോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. കാരണം മറ്റുള്ളവരുടെ അവകാശമാണ് നാം ഒറ്റയടിക്ക് കഴിക്കുന്നത്. അപ്പൊ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ ഈത്തപ്പഴമാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായി നമ്മുടെ ഭാഗത്തേക്ക്, നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരന്മാരെ പരിഗണിക്കാതെ എനിക്ക് മാത്രം കൂടുതൽ വേണം എന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല മാ ഫീഹി മിന ശറഹ്, അതിലെ അമിതമായ ആർത്തിയും പ്രകടമാകുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഈത്തപ്പഴത്തിന്റെ കാര്യം, ഈത്തപ്പഴം പറഞ്ഞാൽ ചെറിയ ഒരു സംഗതിയാണല്ലോ. അപ്പൊ എന്താണ്? ഈത്തപ്പഴത്തിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഇറച്ചി കഷ്ണങ്ങൾ ശ്രദ്ധിക്കണം. ഒരുമിച്ച് നമ്മൾ കഴിക്കുകയാണ്,
നല്ല ആട് ബിരിയാണി വെച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പം തുടക്കത്തിൽ തന്നെ ഒരു 5-6 കഷ്ണം എൻ്റെ പ്ലേറ്റിലേക്ക്, ഞാൻ കഴിക്കുന്നവരെ പരിഗണിക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. സുബ്ഹാനല്ലാഹ്, ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇസ്ലാമിന്റെ സുന്നത്തിന്റെ പ്രാധാന്യം. സുന്നത്തിന് തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകളും മര്യാദകളും പാലിക്കാൻ പറ്റൂല. എത്രമാത്രം നോക്കി, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് അള്ളാഹു തന്നെ നേരിട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് സുന്നത്ത് പഠിച്ചിരിക്കണം. നോക്കി, നിങ്ങൾ ഇതുപോലെയുള്ള വിഷയങ്ങളടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് വിട പറഞ്ഞത്. നഹാ അനിൽ ഇഖ്റാൻ. എന്താ ഹദീസിന്റെ പൂർത്തീകരണം? ഇല്ലാ അൻ യസ്തഅ്ദിന അർ-റജുലു മിൻകും അഖാഹ്. എന്നാൽ ഒരു സന്ദർഭം ഒഴിച്ച് അനുവദനീയമാണ്. എന്താണത്? നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് അനുവാദം ചോദിക്കുകയാണെങ്കിൽ, അനുമതി ഉണ്ടെങ്കിൽ കഴിച്ചുകൊള്ളുക. അതായത് ഒരു വീട്ടിൽ ചെന്ന് എനിക്ക് കൂടുതൽ ഭക്ഷണം വേണം, അല്ലെങ്കിൽ ഈത്തപ്പഴം വേണം ഒരുമിച്ച് കഴിക്കാൻ എന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ മര്യാദ പാലിച്ചുകൊണ്ട് നമ്മൾ ആ മര്യാദ പാലിച്ചുകൊണ്ട് കഴിക്കുക, അല്ലെങ്കിൽ കൂടുതൽ വേണം എന്ന് അനുവാദം മേടിക്കുക. നമ്മളെ കൂടെ കഴിക്കുന്നവരുടെ അനുവാദം. പിന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്താണ് ഈ വിലക്ക് അത് ഹറാമിനുള്ളതാണോ അല്ല കറാഹത്തിനുള്ളതാണോ. فنقل عياض عن أهل الظاهر أنه للتحريم. ظاهريയാക്കൾ പറഞ്ഞത് അത് ഹറാമാണ്, അല്ലാത്ത പണ്ഡിതന്മാർ പറഞ്ഞത് അത് കറാഹത്താണ്. ഇമാം നവവി അതിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. فإن كان مشتركا بينهم حرم إلا برضاهم وإلا فلا. അതായത് ഭക്ഷണം അവർക്ക് തമ്മിൽ ഷെയർ ആണെങ്കിൽ അങ്ങനെ അനുവാദം ചോദിക്കാതെ എടുക്കുന്നത് ഹറാമാവും എന്ന് വരെ ഇമാം നവവി പോലുള്ള പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം വിലക്കിയോ അവിടെ കറാഹത്താണെങ്കിലും ഹറാമാണെങ്കിലും നമ്മൾ ചെയ്യാതിരിക്കുക. അവിടെ ഭക്ഷണം മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ അപ്പോൾ അവിടെ ശരിക്കും പലപ്പോഴും അനിഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ ജമാഅത്തായി കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പാത്രത്തിൽ വെള്ളത്തിൽ ഊതുക ഒരു മലയാളി അല്ലെങ്കിൽ ഒരു നമ്മുടെ സാധാരണ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു അബദ്ധമാണത്. നല്ല ചൂടുള്ള ചായ ആണെങ്കിൽ അല്ലേ ഊതി കുടിക്കും. അത് ശരിക്ക് വിലക്കപ്പെട്ട ഒരു സംഗതിയും കൂടിയാണ് നാം മനസ്സിലാക്കണം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുതനഫസ ഫിൽ ഇനാ. വെള്ളത്തിൽ ശ്വാസം വലിക്കുന്നത്, നഫസ് ഉണ്ടാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. നമുക്ക് ശ്വാസം വിടാനുള്ള ഒരു അവസരം വെള്ളത്തിലാകാൻ പാടില്ല. വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ആവാം. അതല്ലാതെ പാത്രത്തിൽ നമ്മൾ ശ്വാസം വിടുന്നത് അത് സുന്നത്തിന് വിരുദ്ധമാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേപോലെ عن أبي سعيد الخدري رضي الله عنه أن النبي صلى الله عليه وسلم نهى عن النفخ في الشراب. വെള്ളത്തിൽ ഊതുന്നത് നഫ്ഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഇത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഇമാം ഇബ്നുൽ ഖയ്യിം ഇഅ്ലാമുൽ മുവഖ്ഖഈൻ എന്ന ഗ്രന്ഥത്തിൽ സഹീഹാക്കിയ ഒരു ഹദീസാണ്. എന്താണ് ഇതിന്റെ യുക്തി? പണ്ഡിതന്മാര് ഹദീസ് സഹീഹാണെങ്കിലും സുന്നത്തിന്റെ അഥവാ ഇസ്ലാമിൽ വന്ന വിധി വിലക്കുകളുടെ യുക്തിയെക്കുറിച്ച് ഹിക്മത്തിനെ കുറിച്ച് പഠനം നടത്തുന്നത് പതിവാണ്. അത് ശരിക്ക് അഖ്ലാനിയത്തല്ല. പക്ഷേ യുക്തി കൊണ്ട് പ്രമാണത്തെ തള്ളുന്നതാണ് എന്ത് പണ്ഡിതന്മാര് വിലക്കിയ അഖ്ലാനിയത്ത്.
അത് ശരിക്ക് ആധുനിക കാലഘട്ടത്തിലാണ് കൂടുതൽ പ്രകടമായത്. ബുദ്ധിക്ക് യോജിച്ചതാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ ഒരു പ്രൊഫസർ, അദ്ദേഹം ഞാനൊരു വിഷയം ചർച്ച ചെയ്തു, അതായത് നെരിയാണിക്ക് താഴെ വസ്ത്രം നീട്ടുന്നത് സംബന്ധിച്ച്. അപ്പോൾ അയാൾ പറഞ്ഞത്, അയാൾ അസ്ഹർ യൂണിവേഴ്സിറ്റി പഠിച്ച ഒരു പ്രൊഫസറാണ്, ഡോക്ടറേറ്റ് എടുത്ത പ്രൊഫസറാണ്. അപ്പം അയാൾ പറയാണ്, ഇത് യുക്തിക്ക് മനുഷ്യന്റെ ഫിത്രത്തിന് വിരുദ്ധമായ സംഗതി, എങ്ങനെ വികാസം പറയാൻ സാധ്യതയില്ല. എന്ത് വസ്ത്രം ശരിക്ക് നീട്ടി ആ ഭംഗി സൂക്ഷിക്കുക പറഞ്ഞാൽ അത് ഇസ്ലാം ഒരിക്കലും തള്ളാൻ സാധ്യതയില്ല, വിലക്കാൻ സാധ്യതയില്ല. അത് ഫിത്രത്തിന് വിരുദ്ധമാണ്, അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റൂല. അപ്പോൾ ഇത്രയും പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ സ്ഥിരീകരിച്ച ഈ ഹദീസിനെ ഇത്രയും നിസ്സാരമായിട്ടാണ് വലിയ വലിയ വിരുദ്ധമുള്ള ആൾക്കാരടക്കം സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള പഠിച്ച, മതപരമായിട്ട് തന്നെ പഠിച്ച ആൾക്കാർ തന്നെ ഈ സുന്നത്ത് ശരിക്കും ആത്മാർത്ഥമായി ഉൾക്കൊള്ളാത്തതാണ്. ഈ സുന്നത്ത് ഉൾക്കൊണ്ട അഹ്ലുസുന്നത്തിൽ നിന്ന് ഇൽമ് പഠിക്കാത്ത വിഭാഗക്കാരുടെ നിലപാടാണത്. ഇത് വലിയ അപകടമാണ്. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമി റഹ്മഹുല്ലാ ഈ വെള്ളത്തിൽ ഊതുക, ശ്വാസം വിടുക എന്ന് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വദാലിക ലിഅന്ന അൽ ഇൻസാന ഇദാ നഫഖ, ഒരു മനുഷ്യൻ വെള്ളത്തിൽ ഊതുകയാണെങ്കിൽ ربما يحصل من الهواء الذي يخرج منه أشياء مؤذية أو ضارة, അയാളെ വായയിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ദ്രോഹകരമായ പല വസ്തുക്കളും ആ പാത്രത്തിൽ, ആ വെള്ളത്തിൽ പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ചില പണ്ഡിതന്മാര് വെള്ളം ചൂടാണെങ്കിൽ ഊതാമെന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നു, വലാകിന്നൽ ഔലാ അല്ലാ യൻഫുഖ്, ഇതിൽ സൂക്ഷ്മത ഏറ്റവും അഫ്ളൽ ഊതാതിരിക്കലാണ്. പണ്ഡിതന്മാരങ്ങനെ കുറച്ചു പേര് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഊതാതിരിക്കലാണ് ചെയ്യേണ്ടത്. കാരണം അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഹത്താ ലൗ കാന ഹാറൻ, വെള്ളം ചൂടുള്ളതാണെങ്കിലും. ഷെയ്ഖ് പറയാണ്, ഇദാ കാന ഹാറൻ വഇൻദഹു ഇനാഉൻ ആഖർ ഫഇന്നഹു യസുബ്ബുഹു ഫിൽ ഇനാ, വെള്ളം ചൂടുള്ളതാണെങ്കിൽ, ചായ ചൂടുള്ളതാണെങ്കിൽ വേറെ പാത്രത്തിൽ ഒഴിച്ച് അതിന്റെ ചൂട് ആക്കട്ടെ, കുറക്കട്ടെ, അതല്ലാതെ വെള്ളത്തിൽ ഊതുകയല്ല വേണ്ടത്. പ്രത്യേകിച്ച് ഒരുമിച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഈ മര്യാദ കൂടുതൽ പാലിക്കേണ്ടതാണെന്ന് നാം മനസ്സിലാക്കണം. ചിലർ ധരിച്ചതുപോലെ എനിക്ക് മാത്രം എൻ്റെ ഈ ഗ്ലാസ്സിൽ വെള്ളം ആണെങ്കിൽ സ്വന്തമായി നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് ഊതാം, ജമാഅത്തായി ഊതാൻ പാടില്ല, അതൊന്നും ശരിയല്ല. എങ്ങനെയാണെങ്കിൽ നഫ്ഖ് പാടില്ല എന്നാണ്. അത് ശരിക്കും ഭക്ഷണ മര്യാദയായിട്ട് നാം പഠിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു മര്യാദയാണ്, അമിതമായി ചൂടുള്ള ഭക്ഷണം, വെള്ളം കുടിക്കുന്നത് വെറുക്കപ്പെട്ടതാണെന്നാണ് നമുക്ക് പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അസ്മാ ബിൻത് അബൂബക്കർ അസ്സദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ ബീവിയുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, അവര് ഇദാ സനഅതി ഫരീദ് ഗത്തത്ഹു ഷൈഅൻ ഹത്താ യദ്ഹബ ഫൗറുഹു. അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, അവര് ഫരീദ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, എന്താ ഫരീദ് പറഞ്ഞാൽ? ഫരീദ് എന്ന് പറഞ്ഞാൽ റൊട്ടിയും ഇറച്ചിക്കറിയും ചേർന്നിട്ടുള്ള ഭക്ഷണത്തിനാണ് ഫരീദ് എന്ന് പറയും. ഫരീദ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പതപ്പ് പോകുന്നത് വരെ അത് മൂടി വെച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു അസ്മാ റളിയല്ലാഹു അൻഹ. അവർ പറയാണ്, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നഹു അഅ്ളമു ലിൽ ബറക, അതാണ് ബറക്കത്തിന് കൂടുതൽ നല്ലത്, ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ ഞാൻ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? അസ്മാ റളിയല്ലാഹു അൻഹ.
അമിതമായി ചൂടുള്ള ഭക്ഷണം അല്ലെങ്കിൽ പാനീയം നമ്മൾ കുടിക്കാതിരിക്കലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷിക്കാതിരിക്കലാണ് ചെയ്യേണ്ടത്. അല്പം ചൂട് ആറിയതിന് ശേഷമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഫഇന്നഹു അഅ്ളമു ലിൽ ബറക. ഇമാം ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി സഹീഹാക്കിയിട്ടുണ്ട്. വകാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുണ്ടായിരുന്നു, ലാ യുഅ്കലു തആമുൻ ഹത്താ യദ്ഹബ ബുഖാറു. ഭക്ഷണത്തിന്റെ ആ പുക പോകുന്നത് വരെ ഭക്ഷണം കഴിക്കരുത് എന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ഉദ്ദേശിച്ചത് അമിതമായ ചൂട്. ചില റിവായത്തുകളിൽ കാണാം ഇത് നരകവാസികളുടെ ഭക്ഷണം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പം അത് സൂക്ഷിക്കണം, നമ്മൾ അത്ര ചൂടുള്ള ഭക്ഷണം കഴിക്കേണ്ട എന്നൊക്കെ റിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഈ അസർ, ഇത് ഹദീസല്ല, അസറാണ്, സഹാബിയുടെ വചനമാണ്, സഹീഹാണെന്ന് ഷെയ്ഖ് അൽബാനി ഇർവാഉൽ ഗലീൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പതിവായി നമ്മൾ ചെയ്യാറുള്ള ഒരു അബദ്ധം, വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണെങ്കിൽ, ചായ ആണെങ്കിൽ അത് ഊതിക്കെടുത്തുന്ന ഒരു രൂപം ഉണ്ടാകാൻ പാടില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഒരു കാര്യമാണ്. ശ്വാസം വിടാൻ പാടില്ല. എന്നാൽ അതിന്റെ അർത്ഥം അമിതമായ ചൂടാണെങ്കിൽ അല്പം അത് ആറുന്നത് വരെ നിർത്തിവെച്ച് കുടിക്കേണ്ടതാണെന്നും സുന്നത്തിലൂടെ സഹാബത്തുകളുടെ ആസാറിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു ഇഷ്കാൽ വരുന്നൊരു വിഷയമാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടുണ്ടോ? ഇവിടെ അറബിയിൽ സാധാരണ പറയാറുണ്ട് ലാ കലാമ മഅ ത്വആം, അല്ല ലാ സലാമ മഅ ത്വആം. ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാൻ പാടില്ല. അത് ഒരു അവാമുകളുടെ ഒരു സംസാരം. നമ്മുടെ നാട്ടിലും അത് ചർച്ച ചെയ്യാറുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാൻ പാടില്ല, അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ. അത് എന്താണ് അതിന്റെ രൂപം? ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാം എന്നാണ് സുന്നത്തിലൂടെ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവുന്നത്. അത് രണ്ട് തെളിവ്, പ്രധാനപ്പെട്ട ഒരു തെളിവ് ധരിക്കുകയാണ്. നമുക്ക് ചില സന്ദർഭങ്ങളിൽ കേട്ട തെളിവുകളായിരിക്കും, എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട്. തൽഹത്ത് ഇബ്നു നാഫിഅ് എന്ന താബിഈ പണ്ഡിതൻ റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു സമിഅ ജാബിർ ബിൻ അബ്ദില്ലാ യഖൂൽ أخذ رسول الله صلى الله عليه وسلم بيدي ذات يوم إلى منزله فأخرج إليه فلقا من خبز. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, സഹാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം أخذ رسول الله صلى الله عليه وسلم بيدي إلى ذات يوم إلى منزله. എൻ്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കൊണ്ടുപോയി. فأخرج إليه فلقا من خبز. അങ്ങനെ റൊട്ടി കഷ്ണങ്ങൾ അവിടെ നൽകപ്പെട്ടു. ഫഖാല മാ മിൻ ഉദ്മിൻ, കറിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കറിയൊന്നുമില്ല, ഖല്ല് മാത്രമേ ഉള്ളൂ. ഖല്ല് എന്താ പറയാം? സുർക്ക. നമ്മളെ മലപ്പുറം, കോഴിക്കോട് ഭാഗത്ത് പല ഭാഗത്ത് സുർക്ക എന്ന് പറയും. പക്ഷേ പറയാം, ചില ഭാഗത്ത് പോയാലേ സുർക്കാന്ന് വിനാഗിരി എന്ന് പറയാം. അത് ശരിക്കും മലയാളമല്ലല്ലോ, ഇംഗ്ലീഷ്. അല്ല, ഞാൻ ഒരു ചില പ്രദേശക്കാരും സുർക്ക എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് മനസ്സിലായത് സുർക്ക എന്നൊരു ആമായ ഒരു ലഫ്ദല്ല എന്ന് മനസ്സിലായി. പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ പറഞ്ഞു, ഫഇന്നൽ ഖല്ല നിഅമൽ ഉദ്ം, ഏറ്റവും നല്ല കറി ഖല്ലാണ്, അഥവാ സുർക്കയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പിന്നെ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുന്നവരുണ്ട്. ശാസ്ത്രത്തിൽ ഈ സുർക്ക ശരീരത്തിൽ നല്ലതാണ്, ശരീരത്തിൽ നിന്ന് അഴുക്കുകൾ അതുപോലെ തന്നെ അണുക്കൾ നീക്കം ചെയ്യും, ദഹന പ്രക്രിയക്ക് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നൽ ഖല്ല നിഅമൽ ഉദും, ഏറ്റവും നല്ല കറി ഖല്ലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയും പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ സിൽതു ഉഹിബ്ബുൽ ഖല്ല മുൻദു സമിഅ്തുഹാ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാൻ ആ ഹദീസ് കേട്ട മുതൽ എനിക്ക് ഖല്ല് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്.
ഇവിടെയാണ് നമുക്ക് സഹാബത്തുകളുടെ ആ സുന്നത്തിനോടുള്ള ആ താല്പര്യം, മഹബത്ത് നാം പഠിക്കേണ്ടത്. സുർക്കനോട് അത്ര വലിയ, അല്ലെങ്കിൽ സുർക്കനോട് വലിയ പ്രാധാന്യം, ഇഷ്ടം പ്രകടിപ്പിക്കാത്ത ആ സഹാബി ആ ഹദീസ് കേട്ട മുതൽ സുർക്കിനോട് താല്പര്യം തോന്നി. കാരണം എന്താണ്? നബിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ. അപ്പോൾ ഇത് ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണോ, അത് പറഞ്ഞതാണോ, അത് നമ്മുടെ ജീവിതത്തിൽ ആ സുന്നത്ത് പാലിക്കാനും അതേപോലെ ചെയ്യാനുമുള്ള താല്പര്യമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇനി ഈ ഹദീസ് റിവായത്ത് ചെയ്ത താബിഈ ത്വൽഹ ഇബ്നു നാഫിഅ, അദ്ദേഹം പറയാണ്, മാ സിൽതു ഉഹിബ്ബുൽ ഖല്ല മുൻദു സമിഅ്തുഹാ മിൻ ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഞാൻ കേട്ടപ്പോൾ, ജാബിർ റളിയല്ലാഹു അൻഹു ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ കേട്ടപ്പോൾ എനിക്കും പിന്നെ ആ ഖല്ല് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതായത് പറഞ്ഞ ത്വൽഹ ഇബ്നു നാഫിഅ. ഇമാം നവവി പറയുന്നു ഈ ഹദീസിന്റെ ഷർഹിൽ, ഷർഹ് സഹീഹ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം നവവി പറയുന്നു, വഫീഹി ഇസ്തിഹ്ബാബുൽ ഹദീസി അലൽ അക്ലി തഅനീസൻ ലിൽ ആകിലീൻ. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് നല്ലതാണ് എന്നതിന് തെളിവാണ് ഇതിലുള്ളത്. റൊട്ടി നൽകപ്പെട്ട് അവിടെ കറി തിരഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ കറി ഉണ്ടോ, എന്നാൽ സുർക്കയാണുള്ളത്, സുർക്ക് നല്ലൊരു കറിയാണെന്നൊക്കെ ഹദീസിൽ പറഞ്ഞത്. അപ്പം ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിലാണ് സംസാരിച്ചത്. അപ്പോൾ സംസാരം അനുവദനീയമാണ്. മാത്രമല്ല, നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ ആശ്വസിപ്പിക്കാൻ, പ്രത്യേകിച്ച് വിരുന്നുകാരാണെങ്കിൽ ആശ്വസിപ്പിക്കാൻ നമ്മൾ സംസാരിക്കണമെന്നാണ് പണ്ഡിതന്മാരെ പറഞ്ഞത്. ഇസ്തിഹ്ബാബ് അവിടെ അഭികാമ്യമാണ്, അതാണ് സുന്നത്ത്. അല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അപ്പം വിരുന്നിനെയായിരിക്കും പഠിച്ചോനെ നമ്മുടെ ഈ സമയത്ത് വന്നത് ഇഷ്ടപ്പെട്ടില്ലേ, അല്ല ഭക്ഷണം ഉണ്ടാവൂലേ, അപ്പോൾ നമ്മൾ സംസാരിക്കണം. പക്ഷെ സംസാരിക്കുമ്പോഴും മര്യാദ പാലിക്കണം എന്നാണ് ചുരുക്കം. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഖാല കുന്നാ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദഅവ. നാം ക്ഷണിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പോയി ആ ക്ഷണത്തിൽ പങ്കെടുത്തു. ഫറുഫിഅ ഇലൈഹി ദിറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദിറാഇന്റെ ഭാഗം നൽകപ്പെട്ടു. ദിറാ എന്ന് പറയാം, ദിറാ എന്ന് പറഞ്ഞാൽ കൈനാണ്, ഇതിന്റെ ഭാഗം അഥവാ എല്ലിന്റെ കൂടെയുള്ള ഇറച്ചി, ആ മൃദുലമായ സ്മൂത്തായ ഇറച്ചിന്റെ ഭാഗം നൽകപ്പെട്ടു. വക്കാനത്ത് തുഅജിബുഹു, ആ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫനഹസ മിൻഹ നഹസ, ഒരു കടി കടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ സയ്യിദുൽ ഖൗമി യൗമൽ ഖിയാമ, ജനങ്ങളുടെ സയ്യിദാണ്, നേതാവാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണം കഴിക്കുമ്പോൾ, അഥവാ ആ ഇറച്ചിയിൽ നിന്ന് ഒരു കടി കടിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. ഇവിടെ പണ്ഡിതന്മാർ ഇതിനെ, ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അനുഗ്രഹത്തെ സ്മരിച്ചതാണ്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അതല്ലാതെ നമ്മളൊക്കെ സാധാരണ അതിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്, ഒരു പൊങ്ങച്ചം പറഞ്ഞതല്ല, അത് മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അനുഗ്രഹത്തെ ചൊല്ലി പറഞ്ഞതാണെന്നും പണ്ഡിതന്മാർ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വിഷയം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് പഠിക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചു, അഥവാ സംസാരം ഭക്ഷണ സന്ദർഭത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന ധാരണ അത് ശരിയല്ല എന്നും മനസ്സിലാക്കണം. ഇനി ഭക്ഷണം കഴിഞ്ഞു നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഏറ്റവും ചുരുങ്ങിയത് എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നാൽ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലാറുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന പ്രാർത്ഥന നാം പഠിച്ചു ചൊല്ലാറുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ് അതിന്റെ കൂലി? ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപം പൊറുക്കപ്പെടും.
അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഫഅ മാഇദതഹു ഖാൽ, ഭക്ഷണത്തളിക ഉയർത്തപ്പെട്ടാൽ, അതായത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പറയും, അൽഹംദുലില്ലാഹി കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഗൈറ മക്ഫിയ്യിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബനാ. അൽഹംദുലില്ലാഹി കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അനുഗ്രഹീതമായ ധാരാളമുള്ള നല്ല നല്ല സ്തുതികീർത്തനങ്ങൾ അല്ലാഹുവിന് മാത്രം. ഗൈറ മക്ഫിയ്യിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബനാ. മതിയാകാത്ത, ഉപേക്ഷിക്കപ്പെടാത്ത ഹംദ്, സ്തുതി, കീർത്തനങ്ങൾ അല്ലാഹുവിന് ഉണ്ട് എന്നൊരർത്ഥം. എന്നാൽ മതിയാകാത്ത, ഉപേക്ഷിക്കപ്പെടാത്ത എന്ന ഈ അർത്ഥം അത് ഹംദിലേക്കാണോ അതല്ല ഭക്ഷണത്തിലേക്കാണോ അല്ല റബ്ബിലേക്കാണോ എന്ന് 3 വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതൊരു വ്യാഖ്യാനമാണ് നാം ഇപ്പോൾ പറഞ്ഞത്. ഹംദിലേക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ എന്ന് പറയുമ്പോൾ ഗൈറ മക്ഫിയിൻ, മതിയാവാത്ത, അല്ലാഹുവിന് നിരന്തരമായ എപ്പോഴും ഉണ്ടാകുന്ന സ്തുതികൾ, വലാ മുവദ്ദഇൻ, ഉപേക്ഷിക്കപ്പെടാത്ത, വലാ മുസ്തഗ്നൻ അൻഹു റബ്ബന, അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞ് മാറാൻ പറ്റാത്ത റബ്ബന, അല്ലാഹുവേ. വേറെ റിവായത്തിൽ അൽഹംദുലില്ലാഹി അല്ലദീ കഫാന വ അർവാന ഗൈറ മക്ഫിയിൻ വലാ മക്ഫൂർ, യാതൊരു സത്യ അഥവാ നിഷേധവും നന്ദികേടും ഇല്ലാത്ത രീതിയിലുള്ള ഹംദ് അല്ലാഹുവിന് ഉണ്ട് എന്ന്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത റിവായത്താണ്. അപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നാം ചോദിക്കും. ഈ പ്രാർത്ഥന നമ്മൾ ഇൻഷാ അല്ലാഹ് ബോർഡിൽ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹദീസ് ഇമാം അബൂദാവൂദ് തിർമിദി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സഹൽ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് عن أبيه قال قال رسول الله صلى الله عليه وسلم من أكل طعاما ഒരാൾ ഒരു ഭക്ഷണം കഴിച്ചാൽ فقال പറഞ്ഞു الحمد لله الذي أطعمني هذا, ഇത് എനിക്ക് നൽകി, ഈ ഭക്ഷണം എനിക്ക് നൽകിയ അല്ലാഹുവിന് സർവ്വസ്തുതിയും, വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എന്നിൽ നിന്ന് യാതൊരു കഴിവും യാതൊരു ശക്തിയും ഇല്ലാതെ തന്നെ എനിക്ക് അല്ലാഹു നൽകിയ ഈ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഭക്ഷണത്തിന്റെ നന്ദിയാണ് നമ്മൾ കാണിക്കുന്നത്. അതോടെ നമ്മുടെ പാപങ്ങളും അല്ലാഹു പുറത്തു തരും എന്നാണ് അബൂദാവൂദ് ഇമാം തിർമിദി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹാണെന്ന് ശൈഖ് അൽബാനി പറഞ്ഞു. അപ്പോൾ ഇതിന്റെ പ്രാർത്ഥന ഇത് മറക്കുന്നതിന് മുമ്പ് മുട്ട് കുത്തി എങ്ങനെ ഇരിക്കുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹി കസീറൻ. ചില റിവായത്ത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അത് പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു റിവായത്ത് സഹീഹായ റിവായത്ത് പ്രകാരം ചെയ്യേണ്ടത് അൽഹംദുലില്ലാഹി കസീറൻ തയ്യിബൻ മുബാറകൻ فيه غير مكفي ولا مودع ولا مستغنى عنه. الحمد لله كثيرا طيبا مباركا فيه غير مكفي ولا مودع ولا مستغنى عن ربنا. لما نستغنى المسلمين دكشا كبيرة പ്രാർത്ഥനയാണ്. الحمد لله حمدا كثيرا. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ മറ്റു പ്രാർത്ഥന എന്താ പറഞ്ഞത്? الحمد لله الذي أطعمني هذا الطعام هذا ورزقني من غير حول مني ولا قوة. ഇനി അബൂദാവൂദ് തിർമിദി ഇബ്നു മാജ സഹീഹായ ഇസ്നാദോടെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ വന്ന പ്രാർത്ഥന, അഥവാ പാപം പൊറുക്കപ്പെടും
എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പ്രാർത്ഥനയാണ് നാം പഠിക്കേണ്ടത്. ഈ രണ്ട് പ്രാർത്ഥനകൾ പഠിച്ചു വിടുക. ഇങ്ങനെ പഠിക്കല് ഓരോ സമയം ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുക. അപ്പോ പഠിയും. എന്താണ്? അൽഹംദുലില്ലാഹി الذي أطعمني هذا الحمد لله الذي أطعمني هذا ورزقني من غير حول مني ولا قوة. الحمد لله الذي أطعمني هذا. داركم الله من സർവസ്തുതി. ഏത് അല്ലാഹു? الذي أطعمني هذا. ഈ ഭക്ഷണം ഈ ആഹാരം എനിക്ക് നൽകിയ അല്ലാഹുവിന് സർവസ്തുതി. വറസഖനീഹി. എനിക്ക് ഈ ആഹാരം റിസ്ക് നൽകിയ. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എന്റെ യാതൊരു കഴിവും ബലവും കൂടാതെ എനിക്ക് ഈ ഭക്ഷണം എനിക്ക് നൽകി തന്ന അനുഗ്രഹിച്ച് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. ഹൗല് എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് മാറാൻ ഉള്ള കരുത്ത് കഴിവിനാണ് ഹൗല് എന്ന് പറയും. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കഴിവും ശക്തിയുമെല്ലാം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിൽ നിന്നല്ലാതെ നമുക്ക് യാതൊരു നിലക്കും ഒരു കഴിവും ഒരു ശക്തിയും ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ട് പ്രാർത്ഥന നമ്മൾ പ്രത്യേകം നമ്മുടെ മനസ്സിൽ വേണം. ഇനി അവസാനത്തെ രണ്ട് മര്യാദകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പെട്ടെന്ന് നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം നൽകിയ വീട്ടുകാരോട് എന്താണ് പറയേണ്ടത്? ഇത് നമുക്കുള്ള പ്രാർത്ഥനയാണ്. ഇനി ഭക്ഷണം നമുക്ക് നൽകിയ വീട്ടുകാരോട് പാലിക്കേണ്ടത് മര്യാദ. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള പ്രാർത്ഥന എന്താണത്? അഫ്തറ ഇൻദകുമുസ് സായിമൂൻ വഅകല തആമകുമുൽ അബ്റാർ വസല്ലത്ത് അലൈക്കുമുൽ മലായിക. ഇതൊരു പ്രാർത്ഥനയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, جاء أن النبي صلى الله عليه وسلم جاء إلى سعد بن عبادة. സഅദ് ബിൻ ഉബാദയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. فجاء بخبز وزيت. സഅദ് റളിയല്ലാഹു അൻഹു റൊട്ടിയും എണ്ണയുമായി വന്നു. فأكل. നബി സല്ലല്ലാഹു ഭക്ഷണം കഴിച്ചു. ثم قال النبي صلى الله عليه وسلم أفطر عندكم الصائمون. നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ നോമ്പ് തുറക്കട്ടെ. വഅകല തആമകുമുൽ അബ്റാർ. സജ്ജനങ്ങൾ നല്ലവരായ സാലിഹീങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കട്ടെ. വസല്ലത്ത് അലൈക്കുമുൽ മലായിക. മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇത്ര നല്ല പ്രാർത്ഥന അല്ലേ? അതിൽ ശരിക്ക് ഇത്രയും അർത്ഥങ്ങൾ ഉൾക്കൊണ്ട ഹദീസ് വായിച്ചതിന് മനസ്സിലാവും ഇത് നുബുവത്തിന്റെ വഹീന്റെ ചൈതന്യം അതിലുണ്ട്. ഒരു സാധാരണ മനുഷ്യർക്കൊന്നും അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിച്ച ജീവിതത്തിൽ പാലിച്ചിരുന്ന പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ സ്വയം വക ഉണ്ടാക്കിയ പ്രാർത്ഥനകൾ ഒഴിവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനക്കാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. ഇപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട്, സുജൂദില് അതിപ്പോ റുക്കുവിലും പ്രത്യേകിച്ച് സുജൂദില് നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി സുജൂദിലും റുക്കുവിലും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. സുബ്ഹാന റബ്ബിൽ അലാ അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അലാ വബിഹംദിഹി, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. അതുപോലെ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു.
سجد وجهي للذي خلقه وصوره وشق سمعه وبصره فتبارك الله أحسن الخالقين سبحان ذي الجبروت والملكوت والكبرياء والعظمة. എത്ര നല്ല നല്ല പ്രാർത്ഥനകളുണ്ട് നമ്മൾ പഠിച്ചോ. ദിക്റിന്റെ സഹീഹായ ഗ്രന്ഥങ്ങളിലൂടെ ഇപ്പൊ എത്ര ഗ്രന്ഥങ്ങളാണ് വിവർത്തനം ചെയ്യപ്പെട്ടത്. ആ ഗ്രന്ഥങ്ങൾ പഠിച്ച് ഞാൻ ഒരു ആളോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് പഠിക്കാൻ സമയമില്ല. അപ്പൊ ഈ സുന്നത്തായ പ്രാർത്ഥനകൾ പഠിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവിതം എങ്ങനെയാണ്, നമ്മളെങ്ങനെ അള്ളാഹുമായി കൂടുതൽ അടുക്കാനും നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക. കാരണം ഈമാൻ വർദ്ധിക്കേണ്ടി വേണം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. അൽ ഈമാൻ യസീദു വയൻഖുസു യസീദു ബിത്താഅ. സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിലക്കുകൾ നമ്മുടെ അനുസരിച്ച് നമ്മുടെ ജീവിതം പാകപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പ്രാർത്ഥനയാണ് അഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ വഅകല തആമകുമുൽ അബ്റാർ. നിർത്തുമ്പോൾ അൽ അബ്റാർ എന്ന് പറയാം. വസല്ലത് അലൈക്കുമുൽ മലായിക. അതേപോലെ ഇത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂദാവൂദ്, ഇബ്നു മാജ സഹീഹാണെന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞു. ഇനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ബുസ്റിന്റെ വീട്ടിൽ വന്നു. ഭക്ഷണം നൽകപ്പെട്ടു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, ഉദ്ഉ ലനാ യാ റസൂലല്ലാഹ്, റസൂലെ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, നീ അവർക്ക് നൽകിയ റിസ്കിൽ നീ ബറക്കത്ത് നൽകുക, ഐശ്വര്യം നൽകുക. വഗ്ഫിർ ലഹും, അവർക്ക് നീ പുറത്തു കൊടുക്കുക. വർഹംഹും, അവർക്ക് നീ അനുഗ്രഹിക്കുക. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. പക്ഷേ ഈ പ്രാർത്ഥനയിൽ ചർച്ച എന്ന് വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അല്ലാതെ ഭക്ഷണത്തിന് ശേഷമുള്ള ഒരു പ്രാർത്ഥന അല്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കൊടുത്തു, അതിനുശേഷമാണ് അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും എന്ന പ്രാർത്ഥന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി കഴിഞ്ഞ ക്ലാസ് ചോദിച്ചതുപോലെ ഒരു ടേബിളിന്റെ മേലെ നിന്ന് നമ്മളിപ്പോൾ പലപ്പോഴും കഴിക്കാറുള്ളത് പോലെ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ, അതല്ല നിലത്ത് സുഫ്ര വിരിച്ച് തന്നെ കഴിക്കണോ എന്നൊരു വിഷയമാണ്. അതെ, അതായത് ഉയർന്ന് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അതെ. അപ്പൊ അതിനേക്കാളും ഉയരമാണ് നമ്മളിപ്പോൾ കഴിക്കുന്ന ഈ ടേബിൾ പോലെയുള്ള പാവ്യന്റെ മേലെ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? യഥാർത്ഥത്തിൽ അവിടെ ഒരു വിഷയം അഥവാ ഒരു കറാഹത്തോ ഹുർമത്തോ ഇല്ല എന്നാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം. എന്നാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ടേബിളിന്റെ മേലെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊരു ഹദീസുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ കഴിക്കുന്നവര് പ്രമാണിമാരായ അഹങ്കാരികളായ പ്രമാണിമാരായിരുന്നു എന്നെല്ലാം പണ്ഡിതന്മാര് പറയാറുണ്ട്, സുഖലോലുപരായ പ്രമാണിമാർ. പക്ഷെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്വഭാവമില്ല. മാത്രമല്ല, അത് ഒരു പൊതു സ്വഭാവമായി എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ പ്രമാണിമാരെന്നോ അതേപോലെ തന്നെ അവിശ്വാസികളോട് നമ്മൾ അനുകരിക്കലോ എന്ന വിഷയം വരുന്നില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽ പെട്ടതാണ് നമ്മൾ ഈ ഷൗക്ക കൊണ്ടും മിനാക്ക കൊണ്ടും ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്ന വിഷയം. ലജ്നത്ത് ദായിമ, ഇവിടുത്തെ വലിയ പള്ളി പണ്ഡിതന്മാരുടെ
സമിതിയോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. ഹൽ സഹീഹുൻ അന്നൽ അക്ല അല ത്വാവില തശബ്ബുഹും ബിൽ കുഫാർ. ടേബിളിന്റെ മേലെ ഭക്ഷണം കഴിക്കൽ സത്യനിഷേധികളോട് അനുകരിക്കലുണ്ടോ എന്നൊരു ചോദ്യമാണ്. വഹൽ ഇസ്തിഅമാൽ അൽ മിൽഅഖ വശൗക അത്നാ അൽ അക്ൽ മിൻ അൽ കിബർ ഔ മിൻ തശബ്ബുഹ് ബിൽ കുഫാർ. ഇവിടെ ചോദ്യം ഉത്തരം വന്നത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതി. ലാ ഹറജ ഫിൽ അക്ലി അലാ മാ ദുകിറ മിൻ അത്വാവിലതി വനഹ്വിഹാ. ടേബിളിന്റെ മേലെ ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു ഹറജും തെറ്റും ഇല്ല എന്ന് ലജ്നത്ത് ദായിമന്റെ മറുപടിയും വന്നു. അവസാനത്തെ വിഷയം, ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈകൾ കഴുകണം. അത് സുന്നത്താണെന്ന് പഠിച്ചു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾക്ക് അഴുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വൃത്തിയാക്കണം, കഴുകണം. വൃത്തിയാക്കപ്പെട്ട കൈയാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമില്ല, അങ്ങനെ സുന്നത്തും ഇല്ല എന്നും നാം പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മളൊരു സഹോദരൻ പറഞ്ഞു, ഈ ക്ലാസ്സിന് ശേഷം കുട്ടികൾക്ക് കൈകൾ കഴുകലില്ല ഭക്ഷണം കഴിക്കുമ്പോൾ. ഇവിടെ പറഞ്ഞു വരുന്നത് കുട്ടികൾ സ്വാഭാവികമായിട്ടും കളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ അവരുടെ കൈകളിൽ എന്തുണ്ടാവും? അഴുക്കുണ്ടാവും. അപ്പോൾ ആ അഴുക്ക് നീക്കാൻ വേണ്ടി നമുക്ക് കൈകൾ കഴുകാൻ വേണ്ടി പറയാം എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകല കതിഫ ശാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിന്റെ തോൾ ഭാഗത്തു നിന്നുള്ള മാംസം കഴിച്ചു. ഫമഗ്മദ, നബി വസല്ലം കുപ്പിളിച്ചു. രണ്ട് കൈകളും കഴുകി നമസ്കരിച്ചു എന്ന് ഇബ്നു മാജ സഹീഹായ ഹദീസിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിന്റെ മാംസത്തിൽ നിന്ന് ഭക്ഷിച്ചു, എന്നിട്ട് കൈകൾ രണ്ടും കഴുകി കുപ്പിളിച്ചു, നമസ്കരിച്ചു എന്നാണ് ഹദീസ്. അപ്പോൾ ചർച്ചയാണ്, ആടിന്റെ മാംസം കഴിച്ചാൽ നിർബന്ധമായും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വുദു എടുക്കേണ്ട നിർബന്ധമില്ല, വുദു എടുക്കുന്നതിൽ തെറ്റുമില്ല. എന്നാൽ ഒട്ടകത്തിന് ഇറച്ചിയാണെങ്കിൽ വുദു എടുക്കൽ നിർബന്ധമാണെന്നും ഹദീസിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടു. വേറൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് മൻ നാമ വഫീ യദിഹി ഗമറുൻ വലം യഗ്സിൽഹു ഫഅസാബഹു ഷൈഉൻ ഫലാ യലുമന്ന അലൈഹി നഫ്സഹു. ഇമാം അബൂ ദാവൂദ് തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹാണ്. ഒരാൾ ഉറങ്ങി, അയാളുടെ കയ്യിൽ എന്തുണ്ട്? കൊഴുപ്പുണ്ട്, ഭക്ഷണത്തിന്റെ നെയ്യ് കൊഴുപ്പുണ്ടെങ്കിൽ അയാൾ ഉറങ്ങിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ തന്നെ കുറ്റപ്പെടുത്തണം. അതായത് പിന്നീട് വല്ല അഴുക്കോ അല്ലെങ്കിൽ അണുക്കളോ അത് ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ ശ്രദ്ധിക്കണം. അപ്പൊ ഉദ്ദേശം എന്താണ്? കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ച് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ ബാക്കി അവശിഷ്ടങ്ങളെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കണം എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്ക് നമ്മുടെ ഈ 3 ക്ലാസ്സുകളിലൂടെ ഹദീസ് ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട മര്യാദകൾ നാം ഏകദേശം പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. ഈ ദുആ ഭക്ഷണശേഷം പ്രാർത്ഥിക്കാമോ? ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദുർബലമായ ഇസ്നാദിലൂടെ വന്ന പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ ദുർബല പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രാർത്ഥനയാണ്. അഫ്തർ ഇൻദകുമുസ് സ്വായിമുൻ, നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ നോമ്പ് തുറക്കട്ടെ. നല്ലവരായ സാലിഹീങ്ങൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കട്ടെ. മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അല്ലല്ല, കാരണം ഇവിടെ ഈ ഹദീസില് ഇമാം അബൂ ദാവൂദ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസില് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിയും എണ്ണയും കഴിച്ചു എന്നല്ലാതെ അവിടെ നോമ്പിന്റെ അവസ്ഥ വരുന്നില്ല. വേറെ റിവായത്ത് നോമ്പിന്റെ റിവായത്ത് വരുന്നുണ്ട്. 2 സന്ദർഭങ്ങളിലും ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇവിടെ ബലി അറക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഹജ്ജ് മാസത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കാമോ? അതായത് ഉദ്ഹിയ്യത്ത അതിന്റെ ലഘുലേഖകളുണ്ട് ഇൻഷാ അല്ലാഹ്. മാത്രമല്ല ഇനി മൗലവി അഷ്റഫ് മൗലവിയൊക്കെ ഇത് കൂടുതൽ വിശദീകരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ്. ഉദ്ഹിയ്യത്തിന്റെ അതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങളുടെ വിശദീകരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ
കേട്ട ഈ സുന്നത്തായ പ്രാർത്ഥനകളും സുന്നത്തായ മര്യാദകളും പഠിക്കുന്ന ഈ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ അള്ളാഹുവിന് സർവസ്തുതി. അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന പിഴവുകൾ, അബദ്ധങ്ങൾ, തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് നൽകുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. وآخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. എന്താണ് അതെ, ക്രിസ്ത്യാനികൾ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് പക്ഷെ അവരെ കൈകൾ ഒരു പ്രത്യേക രൂപത്തിലാക്കൂലേ പ്രാർത്ഥിക്കുമ്പോൾ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മുട്ടുകുത്തി ഇരിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു ഗ്രാമീണനായ ഒരാൾ ചോദിക്കുന്നത് എന്ത് ഇരുത്താണെന്ന്. കാരണം കുറെ സഹാബത്തുള്ള എണ്ണം കൂടി അങ്ങനെ ചില മുട്ടുകുത്തിയിരുന്നതാണ് ഹദീസിൽ. അപ്പോൾ ഒരു അഅറാബി ചോദിച്ചു, മാ ഹാദിഹിൽ ജൽസ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജഅലനി അബ്ദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒരു അടിമയാക്കി, വലം യജഅൽനി ജബ്ബാറൻ അനീദ, അഹങ്കാരിയായ ധിക്കാരിയായ ഒരു അക്രമിയായി എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ആക്കിയിട്ടില്ല. അപ്പോൾ ഒരു അബ്ദിന്റെ അള്ളാഹുവിന് തവാബ് ചെയ്തുകൊണ്ട് ഒരു താഴ്മയുള്ള ഒരു ഇരുത്തമായിട്ടാണ് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. മാത്രമല്ല ഭക്ഷണം അമിതമായി കഴിക്കാതിരിക്കാനും ആ ഇരുത്തം നല്ലതാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണോ അതൊരു പൊതു സുന്നത്താണോ എന്ന വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത്. നമസ്കാരത്തിലാണ് പറഞ്ഞത്. ആ ഇരുത്തമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഇരുന്നത് എന്നാണ് ഒരു ചർച്ച. ഇമാം നവവിന്റെ അഭിപ്രായ പ്രകാരം നമ്മൾ നിലത്ത് കുത്തിയിരുന്ന്, അതായത് നമ്മുടെ പിൻഭാഗം നമ്മൾ കുത്തിയിരുന്ന് നമ്മൾ കാലുകൾ പൊന്തിച്ച് ഉയർത്തി നിൽക്കുന്ന ഇഖാഇന്റെ ഇരുത്തം ആണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഇരുന്നത് എന്നാണ് ഇമാം നവവിന്റെ അഭിപ്രായം. ഇമാം നവവി പറഞ്ഞത് അത് നമസ്കാരത്തിൽ പാടില്ല, പക്ഷേ കാരണം നമസ്കാരത്തിന്റെ വേണ്ടത് തുമഅനീനത്ത് നിർബന്ധമാണല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ ആ തുമഅനീനത്ത് ആവശ്യമില്ല. എന്താ കാരണം? പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, സാവകാശത്തിൽ ഒരാൾ ഭക്ഷണം കഴിക്കും, നല്ലവണ്ണം കഴിക്കും. അപ്പോൾ അത്യാവശ്യം ധൃതി പിടിച്ച് അഥവാ നല്ലവണ്ണം കഴിക്കാതിരിക്കാനുള്ള ഒരു ഇരുത്തമായിരിക്കാം ഇത് എന്നൊക്കെ ഹദീസിന്റെ ശർഹകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു സംശയം ചോദിച്ചു, സെക്കൻഡ്, ഇവിടെ കുറെ ആയി. അവിടെ ശരിക്കും ഈ ചാരി ഇരിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാണ് ഇപ്പൊ പറഞ്ഞ മാതിരി നമ്മൾ ചെരിഞ്ഞിരിക്കുക. ശരിക്കും ചാരി എന്നല്ല, ശരിക്കും ചെരിഞ്ഞിരിക്കുക എന്നാണ്. അതായത് അൽ അക്ലു മാഇലൻ, ചെരിഞ്ഞുകൊണ്ടിരിക്കുക, ചെരിഞ്ഞിരിക്കുക, ചെരിഞ്ഞിരിക്കാൻ പാടില്ല. അതേപോലെ എങ്ങനെ അതിനൊരു രൂപമാണ് നമ്മൾ കൈ താങ്ങിക്കൊണ്ട് നമ്മൾ ഇരിക്കുക. ഇപ്പോൾ ഉദാഹരണം അറബികളിപ്പോൾ സാധാരണ ഇരുത്തണ്ടല്ലോ, ഭക്ഷണം കഴിക്കാത്ത ഇരുത്തം. സംസാരിക്കുമ്പോൾ ചാരി തെക്കായതിന്റെ മുകളിലൊക്കെ ചാരി മേലെ ചാരി കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് അഹങ്കാരികളുടെ ഇരുത്തമാണെന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വേറെ വ്യാഖ്യാനം സുഖമായി വിശാലമായി ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കലും അതിൽ പെടും എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരിക്ക് എത്രത്തോളം ഈ ഹദീസിൽ പെടും എന്ന് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഏതായാലും ഇതിൽ ഉദ്ദേശിക്കുന്നത് അഹങ്കാരം, അഹന്തത, കിബ്ർ, അതേപോലെ അമിതമായ ഭക്ഷണം, അതായത് നമ്മൾ വയറ് അത്യാവശ്യം നിറഞ്ഞത് വരെ ഭക്ഷണം കഴിക്കുന്നതിൽ കുറ്റമില്ല, പക്ഷെ ഇസ്രാഫ് പാടില്ല. അപ്പൊ ഇസ്രാഫിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ നമ്മൾ എത്തിപ്പെടാൻ പാടില്ല എന്നൊക്കെ ഹദീസിന്റെ ശർഹുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും.
അതിനെക്കുറിച്ച് എനിക്കറിയില്ല. നബിയുടെ കാലഘട്ടത്തിൽ സുർക്കയും ഈ കാലഘട്ടത്തിൽ സുർക്കയും ഇപ്പൊ കെമിക്കലൊക്കെ ചേർത്ത് സുർക്കയാണോ? അതുകൊണ്ട് അത് ശരിക്ക് ഈ ഭക്ഷണ റിസർച്ച് നടത്തിയ വ്യക്തിയോട് ചോദിക്കുക. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതായത് അതേപോലെ സാധാരണ ചോദിക്കാറുണ്ട്. അത് സ്വാഭാവികമായ ചോദ്യമാണ്. നമ്മളത് ചിരിക്കുന്നതിന് പകരം നമ്മളതിന് മറുപടി കണ്ടെത്താൻ നോക്കണം. അതായത് നബി കാലഘട്ടം ഹുബ്സും ജയ്ത്തും ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. അതായത് സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയപ്പോൾ എന്താണ് ഭക്ഷണം കൊടുത്തത്? റൊട്ടിയും എണ്ണയും. നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ ആഫിയ അൽ അറബി പോലെ എണ്ണയാണോ? അതൊക്കെ മായം ചേർത്തിയതല്ലേ? അപ്പൊ അതെന്താണ്? ശരിക്കും ശുദ്ധമായ എണ്ണയാണ്. അത് തടിക്ക് കേടില്ലാത്ത. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിലെ പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അത് 100% അതാണെന്ന് മനസ്സിലാക്കരുത്. അത് ശരിക്ക് സൂക്ഷ്മത പാലിക്കേണ്ടത്. അതിൽ കുറച്ചും കൂടി പഠനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് അത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത്. ഇസ്രാഫ് പാടില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കണം. വക്കുലു വഷ്റബു വലാ തുസ്രിഫു. നിങ്ങൾ ഇസ്രാഫ് ചെയ്യാൻ പാടില്ല. ചില റിവായത്തുകൾ വന്നതുപോലെ എന്താണ് 7 വയറുകളിലാണ് സത്യനിഷേധി ഭക്ഷണം കഴിക്കുക. അമിതമായി ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഒരു വിശ്വാസിന്റെ സ്വഭാവമല്ല. പക്ഷെ ആ മര്യാദ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്നാണ് വേറെ വിഷയം. കാരണം നമ്മുടെ മുസ്ലിമീങ്ങളാണ് അത്ര, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് മറ്റു മതക്കാരെക്കാളും മുസ്ലിങ്ങളാണെന്ന് ഒരു പൊതു സംസാരമുണ്ട്. അതെ ഞാൻ പറഞ്ഞല്ലോ, കുറെ മര്യാദകൾ നമ്മൾ പറയാത്തത് ഇനിയും ഉണ്ടാവും. അപ്പം സമയക്കുറവും പിന്നെ ദിവസം എല്ലാ ആഴ്ചയും ഭക്ഷണത്തിന് മര്യാദകൾ പറഞ്ഞാൽ പിന്നെ വേറെ വിഷയങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇനി ഇൻഷാ അല്ലാഹ് എൻ്റെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയം, ശരിക്ക് നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാമെന്ന് പറയും. ഇപ്പൊ നമസ്കാരം, അതുപോലെ തന്നെ വുളു, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനേക്കാളും വിഷയങ്ങൾ വേറെയും ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതെല്ലാം നമ്മുടെ അടുത്ത ക്ലാസ്, നമ്മുടെ സമയവും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.